அண்ணா இங்க வந்தோம். இங்க வந்துரும்போ நான் இங்க வந்துரு അല്ല ബേബി മുതലാളി ഇങ്ങ ഇരിക്കും. നിങ്ങൾ വന്ന് നിങ്ങൾ ഇരിക്കും. ഇത് കൗണ്ടറാ. ഒന്നിലെ പുള്ളിക്കാരൻ മലയാളം പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ തമിഴ് പഠിക്കണം. ഇത് രണ്ടും പഠിക്കൂല. ചക്രവാണി രാവിലെ ആരോടാ ബേബി മുതലാളിയുടെ ഭാര്യയുടെ മടി കയറി കിടക്കണം. ചക്രവാണി എന്താ ഇത്? ഞാനാണ് ബേബി മുതലാളി. ബേബി മുതലാളി അത് ഇവിടുത്തെ വേലക്കാരനല്ലടാ. ഇന്നലെ കൂടി അടുക്കളപ്പുറത്ത് നിന്ന് കഞ്ഞി കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. എന്റെ ചക്രവാണി നോക്ക് ചക്രവാണി. അപ്പൊ മാടവും കൂടി അറിഞ്ഞു വെച്ചോണ്ടുള്ള പരിപാടിയാണല്ലേ? സത്യം പറയടാ, എഴുന്നേറ്റ് പോടാ അവിടുന്ന്. ഞാനാണ് മുതലാളി. എന്റെ മുതലാളിയാണെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. അല്ല എന്നോട് മുതലാളി എന്ന് വിളിച്ചേ. മുതലാളി എന്തോ മനസ്സിലായില്ലേ? എന്ത് കാര്യം സാറിന്റെ സൗണ്ട് വിറ്റേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മിമിക്രി കാണിക്കാനല്ലേ? ചക്രവാണി പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഇത് ബേബി മുതലാളിയാണെന്ന് എനിക്ക് തോന്നണ്ടേ? ഇയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങോട്ട് എടുത്ത് മാറ്റി ചേട്ടാ. ഇതെന്ത് ഈ സാധനം എഴുന്നിട്ടാണ് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ബേബി മുതലാളി ഞാൻ തല്ലി, എന്നെ തല്ലി. അത് കുഴപ്പമില്ല. ഞാൻ വേഷം മാറി ഇരുന്നുകൊണ്ടാണല്ലോ അങ്ങനെ തല്ലാൻ പറ്റിയത്. അപ്പൊ എന്നെ മനസ്സിലായില്ലല്ലോ. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇത് ഇന്നലത്തെ ബെറ്റ്. അയ്യോ, ഞാൻ ജയിച്ച ബെറ്റില്. അതല്ലേ? അപ്പൊ സാർ ഇന്ന് വേലക്കാരനായിട്ട് ഇരിക്കണം. ഇന്നല്ല. അല്ല മാഡം ഇങ്ങനെ വാശി പിടിക്കരുത്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇത് വാശിയുടെ പ്രശ്നമല്ലെന്നേ. ബേബിച്ചൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണേ. അത് മാറില്ല എന്ന് ചക്രവാണിക്ക് അറിയോ? അറിയാം. ഇത് പ്രസ്റ്റീജ് ഷൂസ് അല്ലേ? അതെ. എന്നാലും ഇന്ന് ഇത്ര വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ വാശിയുടെ കാര്യത്തില് ഞങ്ങളെ കുടുംബക്കാരെല്ലാവരും ഭയങ്കര വാശിക്കാരാ. ഇത് പിഷാരടി